ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് വില്ലൻ ആൻഡ് യു വാച്ചിങ് വില്ലൻസ് ഇന്റലിജൻസ് പ്രോഗ്രാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ന്യൂ SCERT സീരീസിലെ ബയോളജിയിലെ 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ചലനത്തിന് പിന്നിൽ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ 2ാമത്തെ പാർട്ട് ക്ലാസ് ആണ് കേട്ടോ. ഇത് 1ാമത്തെ പാർട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ന്യൂ SCERT എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതിന് മുന്നത്തെ ചാപ്റ്ററുകളും അവിടെ അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമാക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും, അതുകൂടെ എനേബിൾ ചെയ്യുക. സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ന്യൂ SCERT ബയോളജി സ്റ്റാൻഡേർഡ് 9 ചാപ്റ്റർ 4 ചലനത്തിന് പിന്നിൽ നോക്കാലോ. നമ്മുടെ ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയാം. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ SCERT ചാപ്റ്ററുകൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ ചോദ്യോത്തര രൂപത്തിലാണ് നിങ്ങളിലേക്ക് തരുന്നത്. ചാപ്റ്റർ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് കാണിച്ച് ചുമ്മാ അങ്ങ് പറഞ്ഞു പോകുന്ന ഒരു രീതിയല്ല. അപ്പോൾ ഇതിന് മുന്നത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഈ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് തരുന്നു, അതിന്റെ ഉത്തരങ്ങളും വളരെ വ്യക്തമായിട്ട് അങ്ങ് പഠിപ്പിക്കുകയാണ്. സോ നിങ്ങൾക്ക് PSCയിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ അല്ലേ? സോ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. വിവിധ തരം അസ്ഥികൾ ഏതെല്ലാം? വിവിധ തരം അസ്ഥികൾ ഏതെല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സോ ഇതിന് മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആദ്യത്തെ പാട്ടിലുണ്ടായി. ശരി, നോക്കിയേ ഏതൊക്കെയാണ്. ഒന്നാമത്തെയാണ് ഗോളരസന്ധി. ഗോളരസന്ധി എന്താണെന്ന് നോക്കാലോ. ഗോളാകൃതിയിലുള്ള അഗ്രഭാഗം കപ്പ് പോലെയുള്ള കുഴിയിൽ ബന്ധിച്ചിരിക്കുന്നു. അപ്പൊ എന്താ പറയുന്നത്? ഗോളാകൃതിയിലുള്ള അഗ്രഭാഗം, അതായത് മുകൾ ഭാഗം കപ്പ് പോലെയുള്ള ഒരു കുഴിയിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് എല്ലാ തലങ്ങളിലുമുള്ള ചലനം സാധ്യമാക്കുന്നു. എന്താ ഗോളരസന്ധി എന്ന് പറഞ്ഞാൽ? ഗോളാകൃതിയിലുള്ള അഗ്രഭാഗം കപ്പ് പോലെയുള്ള കുഴിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു, എല്ലാ തലങ്ങളിലുമുള്ള ചലനം സാധ്യമാക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അതിന് ഉദാഹരണങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ് കേട്ടോ. PSC എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഗോളരസന്ധിക്ക് ഉദാഹരണം ഏത്, തന്നിരിക്കുന്നതിൽ ഗോളരസന്ധി അല്ലാത്തത് ഏത് എന്നാണ് എപ്പോഴും ചോദിക്കാറ്. അപ്പൊ മനസ്സിലാക്കി വെക്കുക ഏതൊക്കെയാണ് ഗോളരസന്ധികൾ. ഒന്ന് തോൾവലയമാണ്. തോൾവലയം നമ്മുടെ ഷോൾഡേഴ്സിൽ. യെസ്. പിന്നെ ഭുജാസ്ഥിയാണ്. ഭുജാസ്ഥി അതായത് കൈയിന്റെ അവിടെയുള്ള ഭുജാസ്ഥി എന്നിവ ചേരുന്ന സന്ധിയാണ് കേട്ടോ. ഭുജാസ്ഥി ചേരുന്ന സന്ധി ഇടുപ്പെല്ല്, തുടയെല്ല്. ഓക്കെ, ഇടുപ്പെല്ലും തുടയെല്ലും ഇതൊക്കെ എന്താണ്? ഗോളരസന്ധിയാണ്. അപ്പൊ തോൾവലയം, ഭുജാസ്ഥി എന്നിവ ചേരുന്ന സന്ധി ഇടുപ്പെല്ല്, തുടയെല്ല് അതൊക്കെ എന്താണ്? ഗോളരസന്ധിയാണ്. ഇനി അടുത്ത് രണ്ടാമത്തെയാണ് വിജാഗിരി സന്ധി. എന്താണ് വിജാഗിരി സന്ധി എന്ന് പറയുന്നത്? വിജാഗിരി പോലെ ഒരു വശത്തേക്കുള്ള ചലനം മാത്രം സാധ്യമാക്കുന്നത്. വിജാഗിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലെ, നമ്മുടെ പണ്ടത്തെ വീടിനൊക്കെ ഉണ്ടാകുന്ന വിജാഗിരി. യെസ്, ആ വിജാഗിരി പോലെ ഒരു വശത്തേക്കുള്ള ചലനം മാത്രമാണ് സാധ്യമാക്കുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ, ഒരു വശത്തേക്കുള്ള ചലനം മാത്രമാണ് സാധ്യമാക്കുന്നത്. അങ്ങനെയുള്ളതിന് ഉദാഹരണം ഏതൊക്കെയാണ്? കൈമുട്ടുകളും കാൽമുട്ടുകളുമാണ് കേട്ടോ. കൈമുട്ടുകളും കാൽമുട്ടുകളും എന്തിന് ഉദാഹരണമാണ്? വിജാഗിരി സന്ധി പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൈമുട്ടുകളും കാൽമുട്ടുകളും. ഇനി അടുത്തത് കീലസന്ധിയാണ്. കീലസന്ധി. കീലസന്ധി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അച്ചുതണ്ടിന്റെ ചുറ്റും കറങ്ങുന്ന തരത്തിലുള്ള ചലനത്തിന് സഹായിക്കുന്നു. അപ്പൊ എന്താ പറയുന്നത്? അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്ന തരത്തിലുള്ള ചലനത്തിന് സഹായിക്കുന്നതാണ് എന്ത്? കീലസന്ധി. കീലസന്ധി വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നട്ടെല്ലിന്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന ഭാഗം, അതായത് നമ്മുടെ കഴുത്ത് അല്ലെ, നട്ടെല്ലിന്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന ഭാഗമാണ് എന്ത്? കീലസന്ധിയുള്ളത്. ഓക്കെ, അതായത് നമ്മുടെ കഴുത്തിന്റെ ഭാഗം എന്താണ്? കീലസന്ധിയാണ്. അടുത്ത നാലാമത്തെയാണ് തെന്നി നീങ്ങുന്ന സന്ധി. തെന്നി നീങ്ങുന്ന സന്ധി ഏതൊക്കെയാണെന്ന് നോക്കാലോ. രണ്ട് അസ്ഥികളുടെ ഏതാണ്ട് പരന്ന അഗ്രങ്ങൾ തമ്മിൽ തെന്നി നീങ്ങുന്ന തരത്തിലുള്ള ചലനം സാധ്യമാക്കുന്നു. അപ്പൊ എന്തൊക്കെയാ പറയുന്നത്? രണ്ട് അസ്ഥികളുടെ ഏതാണ്ട് പരന്ന അഗ്രങ്ങൾ തമ്മിൽ തെന്നി നീങ്ങുന്ന തരത്തിലുള്ള ചലനം സാധ്യമാക്കുന്നത് തെന്നി നീങ്ങുന്ന സന്ധിയാണ്. ഉദാഹരണം കൈക്കുഴയും കാൽക്കുഴയും. അപ്പൊ നിങ്ങൾ മാറ്റി പഠിക്കരുത് കേട്ടോ. ഇവിടെ വിജാഗിരി സന്ധിയിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? അത് കൈമുട്ടും കാൽമുട്ടുമാണ്. എന്നാൽ തെന്നി നീങ്ങുന്ന സന്ധി എന്താണ്? അത് കൈക്കുഴയും കാൽക്കുഴയുമാണ് കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഏതൊക്കെ അസ്ഥികളാണെന്ന് ഞാൻ പറഞ്ഞു, വിവിധ അസ്ഥികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, അതിന്റെ എക്സാമ്പിളുകൾ നമ്മൾ പഠിച്ചു. ഇതാണ് നമ്മുടെ ഒരു പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ വളരെ വിശദമായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നമ്മൾ ഈ സീരീസ് തുടങ്ങിയ സമയത്ത് SCERTക്ക് ഒരു വൻ വരവേൽപ്പ് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ സീരീസ് എന്ത് ചെയ്യുന്നത്, നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ബയോളജി ആവശ്യപ്പെട്ടു, അതുകൊണ്ടാണ് നമ്മൾ ബയോളജി പോകുന്നത്. അതുപോലെ ഇനി കെമിസ്ട്രി, ഫിസിക്സ് എല്ലാം വരും. എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? SCERT എടുക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് എവിടെയാണ്? കുറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ SCERTക്ക് നിങ്ങൾ പഴയ പോലെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിന്റെ ആദ്യത്തെ പാർട്ട് നിങ്ങൾ ഒരുപാട് പേര് ഇപ്പോഴും കാണാത്തവരുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കുറയുന്നതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? SCERT ടോപ്പിക്കുകൾ എടുക്കാൻ ലേറ്റ് ആവുന്നത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക.
നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? അടുത്തത് 23ാമത്തെ ചോദ്യം എന്താ പറയുന്നത്? പേശീക്ഷയം എന്നാൽ എന്ത്? പേശീക്ഷയം എന്നാൽ എന്ത് എന്നാണ് ചോദ്യം. പേശികൾക്ക് നാശമുണ്ടാകുന്ന അവസ്ഥയാണ് പേശീക്ഷയം. പേശികൾ ദുർബലമാകുന്നു. സാധാരണയായി ആൺകുട്ടികളിലാണ് കാണപ്പെടുന്നത്. അപ്പൊ പേശീക്ഷയം എന്തൊക്കെയാണെന്നാ പറഞ്ഞത്? പേശികൾക്ക് നാശമുണ്ടാകുന്ന അവസ്ഥ, പേശികൾ ദുർബലമാവുന്നുണ്ട്, സാധാരണയായി ആൺകുട്ടികളിലാണ് കാണപ്പെടുന്നത്. ജീനുകളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഇതിന്റെ പ്രധാന കാരണം. അപ്പൊ എന്താണ് പേശീക്ഷയത്തിന് കാരണം? ജീനുകളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് പ്രധാന കാരണം കേട്ടോ. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഇതൊന്നും ചോദ്യം ചോദിച്ചിട്ടില്ലല്ലോ. തീർച്ചയായും മക്കളെ 9ാം ക്ലാസ്സിലെ SCERT നിങ്ങൾ എടുത്തു നോക്കുക. ബയോളജി ഭാഗത്ത് വന്ന ചോദ്യങ്ങൾ നിങ്ങൾ നോക്കുക. 1ാമത്തെ ചാപ്റ്റർ, 2ാമത്തെ ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഈ 4 ചാപ്റ്ററുകളാണ്. ഈ ഒരു ക്ലാസ് കൂടെ കഴിയുമ്പോൾ നമ്മൾ ആ 4 ചാപ്റ്റർ ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലാസ് കാണാത്തവരാണെന്നെങ്കിൽ വളരെ പ്രധാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് കണ്ടുവയ്ക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദ്യങ്ങൾ വരുന്നതാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് സോഴ്സ് വെച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു ക്ലാസ്സും ആ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ടാവും കേട്ടോ, OG സോഴ്സ് എന്ന് പറഞ്ഞിട്ട്. ശരി, നോക്കിയേ 24ാമത്തെ ചോദ്യത്തിൽ എന്താ പറയുന്നത്? ഉളുക്ക് എന്നാൽ എന്ത്? വിശദമാക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. ഉളുക്ക് എന്നാൽ എന്ത്? വിശദമാക്കുക. സന്ധിയിലെ അസ്ഥികളെ ബന്ധിപ്പിക്കുന്ന ലിഗ്മെന്റുകളുടെ വലിയുകയോ പൊട്ടുകയോ ചെയ്തുണ്ടാകുന്ന പരിക്കാണ് ഉളുക്ക്. അപ്പൊ എന്താ ഉളുക്ക്? സന്ധിയിലെ അസ്ഥികളെ ബന്ധിപ്പിക്കുന്ന ലിഗ്മെന്റുകൾ വലിയുകയോ പൊട്ടുകയോ ചെയ്തുണ്ടാകുന്ന പരിക്കാണ് ഉളുക്ക്. ഇത് സാധാരണയായി കണങ്കാൽ, കൈത്തണ്ട, കാൽമുട്ടുകൾ തുടങ്ങിയവയിലെ സന്ധികളെ ബാധിക്കുന്നു. അപ്പൊ എവിടെയാ ബാധിക്കുന്നത്? കണങ്കാലിലെ, കണങ്കാലിലെ, കൈത്തണ്ടയിലെ, കാൽമുട്ടുകളില് തുടങ്ങിയ സന്ധികളെ ബന്ധിപ്പിക്കുന്ന സ്ഥലത്തിലാണ് ഇത് ബാധിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിനുണ്ടാവുന്ന ലക്ഷണങ്ങള്? വേദന, വീക്കം, ചതവ്, സന്ധി ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് ഉളുക്കിന്റെ ലക്ഷണങ്ങൾ. ചോദിക്കാട്ടോ, താഴെ തന്നിരിക്കുന്നവയിൽ ഉളുക്കിന്റെ ലക്ഷണങ്ങൾ അല്ലാത്തത് ഏതെന്തെല്ലാം തിരഞ്ഞെടുക്കുക എന്ന് ചോദിക്കാം. ഏതൊക്കെയാണ്? വേദന ഉണ്ടാവും, വീക്കം ഉണ്ടാവും, ചതവുണ്ടാവും, സന്ധി ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ക്ലിയർ ആയല്ലോ? ഓക്കെ, ക്ലിയർ ആയി. അടുത്ത് നോക്കിയേ, പേശികളുടെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പേശികളുടെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ഓസ്റ്റിയോപോറോസിസ് ആണ്. ഓസ്റ്റിയോപോറോസിസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് PSC എപ്പോഴും ചോദിക്കുന്ന ഒരു രോഗമാണ് കേട്ടോ ഇത്. ഓസ്റ്റിയോപോറോസിസ് എന്താണത്? അസ്ഥിഭാഗങ്ങൾ നശിക്കുകയും സുഷിരങ്ങൾ രൂപപ്പെട്ട് അസ്ഥികളുടെ കാഠിന്യം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അസ്ഥികളുടെ ഭാഗങ്ങൾ നശിക്കുകയും സുഷിരങ്ങൾ രൂപപ്പെട്ട് അസ്ഥിയുടെ കാഠിന്യം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ്. ഓക്കെ, പ്രോട്ടീൻ, കാൽസ്യം, വിറ്റാമിൻ ഡി. പ്രോട്ടീൻ, കാൽസ്യം, വിറ്റാമിൻ ഡി എന്നിവയുടെ അഭാവം ഈ രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു. അതായത് എന്തിന്റെയൊക്കെ അഭാവങ്ങളാണ്? പ്രോട്ടീൻ, കാൽസ്യം, വിറ്റാമിൻ ഡി. ഇതിന്റെയൊക്കെ അഭാവമാണ് ഓസ്റ്റിയോപോറോസിസിന് കാരണമാകുന്നത്. ചോദിക്കാട്ടോ, ഏത് മൂലകത്തിന്റെ അഭാവമാണ് ഓസ്റ്റിയോപോറോസിസിന് കാരണമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കാൽസ്യം ആണ്. ഏത് വിറ്റാമിന്റെ കുറവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വിറ്റാമിൻ ഡിയുടെ കുറവാണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് എന്താ പറയുന്നത്? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നാണ് കേട്ടോ. ശരീരത്തിന് പ്രതിരോധ ശക്തി നൽകുന്ന വ്യവസ്ഥ ചിലരിൽ തരുണാസ്ഥിയെയും സൈനോവിയൽ സ്തരത്തെയും നശിപ്പിച്ചേക്കാം. അപ്പൊ എന്താ പറയുന്നത്? ശരീരത്തിന് പ്രതിരോധ ശക്തി നൽകുന്ന വ്യവസ്ഥ ചിലരിൽ എന്ത് ചെയ്യുന്നു? തരുണാസ്ഥിയെയും സൈനോവിയൽ സ്തരത്തെയും നശിപ്പിച്ചേക്കാം. ഇത് സന്ധികളിൽ അസഹ്യമായ വേദനയും നീർവീക്കവും ഉണ്ടാക്കുന്നു. ഉണ്ടാക്കുന്നുണ്ട്. ഈ വൈകല്യം പുരുഷന്മാരെക്കാൾ സ്ത്രീകളിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. അപ്പൊ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആരിലാണ് കൂടുതലായി കാണപ്പെടുന്നത്? സ്ത്രീകളിലാണ് കേട്ടോ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പുരുഷന്മാരെക്കാൾ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ശ്രദ്ധിച്ചേക്കണേ. അപ്പൊ അങ്ങനെ ചോദ്യം വരാട്ടോ. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിൽ കാണപ്പെടുന്ന അസുഖം ഏത്? ഒരു സന്ധിവാത രോഗം ഏത് എന്നൊക്കെ ചോദിക്കാം. ഏതാണത്? അത് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. അടുത്ത് നോക്കാലോ. ഇതാ നോക്കിക്കേ, എന്താണ് വൈറ്റൽ കപ്പാസിറ്റി? അതിനു മുന്നേ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ലൈക്ക് അടിക്കാൻ മറന്നിരിക്കുന്നവർ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിച്ചിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് വളരെ വളരെ കുറവാണ് ഈ പറയുന്ന പുതിയ സീരീസിന് വേണ്ടിയിട്ട്. ഓക്കെ, SCERT സീരീസിൽ നിങ്ങളുടെ സപ്പോർട്ട് തീരെയില്ല. എന്നിട്ടും നമ്മൾ ക്ലാസ്സുകൾ കൊണ്ടുവരുന്നത് കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് കൂടെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടുതലാവുന്നതിനനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ വേഗം വേഗം തീർക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്ത് നോക്കിയേ, എന്താണ് വൈറ്റൽ കപ്പാസിറ്റി? വൈറ്റൽ കപ്പാസിറ്റി ചോദിക്കാട്ടോ, എപ്പോഴും ചോദിക്കാം. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വൈറ്റൽ കപ്പാസിറ്റി എന്താണെന്ന്. ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തമായി നിശ്വസിക്കുമ്പോൾ
പുറത്തുവിടുന്ന വായുവിന്റെ ആകെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി. അപ്പൊ എന്താണ് വൈറ്റൽ കപ്പാസിറ്റി? ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം, ഉച്ഛ്വാസം എന്താണ്, നിശ്വാസം എന്താണെന്നൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്, അത് ഞാൻ വീണ്ടും പറയുന്നില്ല. ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തമായി നിശ്വസിക്കുമ്പോൾ പുറത്തുവിടുന്ന വായുവിന്റെ ടോട്ടൽ അളവ്, ആകെയുള്ള അളവാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് ശ്വസിക്കാൻ കഴിയുന്ന പരമാവധി വായുവിന്റെ അളവാണ് കേട്ടോ ഇത്. അപ്പൊ ഒരു വ്യക്തിക്ക് ശ്വസിക്കാൻ കഴിയുന്ന പരമാവധി വായുവിന്റെ അളവ് ഡാഷ് എന്ന് പറയുന്നു. എന്താ പറയാ? വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി. ഇനി ഈ അളവ് പുരുഷന്മാരിൽ ഏകദേശം 4.5 ലിറ്ററും സ്ത്രീകളിൽ 3 ലിറ്ററുമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഈ വൈറ്റൽ കപ്പാസിറ്റി പുരുഷന്മാരിൽ ഏകദേശം എത്രയാണ്? 4.5 ലിറ്ററും സ്ത്രീകളിൽ 3 ലിറ്റേഴ്സുമാണ് കേട്ടോ. ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അളവുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റൽ കപ്പാസിറ്റി അളവ് പുരുഷന്മാരിലാണെങ്കിൽ 4.5 ലിറ്റർ, സ്ത്രീകളിലാണെങ്കിൽ 3 ലിറ്റേഴ്സ്, 3 ലിറ്റേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഡിസ്ക് തെറ്റൽ എന്നാൽ എന്ത്? 77ാമത്തെ ചോദ്യമാണ്. ഡിസ്ക് തെറ്റൽ എന്നാൽ എന്ത്? കശേരുക്കളുടെ തേയ്മാനം, പെട്ടെന്നുള്ള ആഘാതം, നട്ടെല്ലിന് ആവർത്തിച്ചുണ്ടാവുന്ന ആയാസം എന്നിവ മൂലം ഇന്റർവെർട്ടിബ്രൽ ഡിസ്കിന്റെ ഉൾഭാഗത്തെ ജെല്ല് പോലുള്ള ഭാഗം പുറത്തേക്ക് തള്ളാൻ ഇടവരും. ഈ അവസ്ഥയാണ് ഡിസ്ക് തെറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഡിസ്ക് തെറ്റി എന്നൊക്കെ നിങ്ങൾ കോമൺ ആയിട്ട് കേൾക്കുന്നതാണ്. അപ്പൊ അത് എന്താ അവിടെ സംഭവിക്കുന്നത്? കശേരുക്കളുടെ തേയ്മാനം സംഭവിക്കുന്നു, പെട്ടെന്നുള്ള ആഘാതം ഏൽക്കുന്നു, അതായത് പെട്ടെന്നൊരു ആക്സിഡന്റ് ഉണ്ടാവുക. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ നട്ടെല്ലിനെ ആവർത്തിച്ചുണ്ടാവുന്ന ആയാസം. നമ്മൾ നട്ടെല്ല് ബെൻഡ് ചെയ്തിട്ട് ഒരുപാട് പണിയെടുക്കുന്നവർക്ക്, ഇവർക്കൊക്കെ ഇതുമൂലം ഇന്റർവെർട്ടിബ്രൽ ഡിസ്കിന്റെ ഉൾഭാഗത്തെ ജെല്ല് പോലുള്ള ഭാഗം എന്ത് ചെയ്യുന്നു? അത് പുറത്തേക്ക് ബൾജ് ചെയ്ത് വരും, അതായത് തള്ളാൻ ഇടവരും. ഇങ്ങനെ വരുന്ന സമയത്താണ് ഡിസ്ക് തെറ്റൽ ഉണ്ടാവുന്നത്. ഡിസ്ക് തെറ്റൽ ഉണ്ടാവുന്നത്. ക്ലിയർ ആയോ? പാലിയോ ജീനോമിക്സ് എന്ന ശാസ്ത്രശാഖയ്ക്ക് അടിത്തറയിട്ട് വംശനാശം സംഭവിച്ച ഹോമിനിനുകളുടെ ജീനോമിനെ കുറിച്ചും മനുഷ്യ പരിണാമത്തെക്കുറിച്ചുമുള്ള നൂതന കണ്ടെത്തലിന് സ്വാൻഡെ പാബോവിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഇത്? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ് കേട്ടോ. തീർച്ചയായും ചോദിക്കാം. പാലിയോ ജീനോമിക്സ് എന്ന ശാസ്ത്രശാഖയ്ക്ക് അടിത്തറയിട്ട വ്യക്തി, വംശനാശം സംഭവിച്ച ഹോമിനുകളുടെ ജീനോമിനെ കുറിച്ചും മനുഷ്യ പരിണാമത്തെക്കുറിച്ചുമുള്ള നൂതന കണ്ടെത്തലിന് സ്വാൻഡെ പാബോൻ അദ്ദേഹത്തിന്റെ പേരാണ് കേട്ടോ. സ്വാൻഡെ പാബോവിന് നോബൽ സമ്മാനം ലഭിച്ച വർഷമാണ് 2002. ഈ 2002 എന്ന് കാണുമ്പോൾ നിങ്ങൾ കറണ്ട് അഫയർ ഒന്നും വിചാരിക്കേണ്ട, ഇത് SCERT ഫാക്ട് ആണ് കേട്ടോ. SCERT ഫാക്ട്. ഒരു തവണ എക്കണോമിക്സ് എന്ന് ഇതേപോലെ ചോദ്യം ചോദിച്ചു. എക്കണോമിക്സിന് 2023 നോബൽ സമ്മാനം ലഭിച്ച ആർക്കാണെന്ന്. അത് നമ്മളെല്ലാവരും വിചാരിച്ച ആ സമയത്ത് 24 എക്സാം 25 എക്സാം എഴുതിയപ്പോൾ അത് കറണ്ട് അഫയർ ആണ്. തീർച്ചയായും കറണ്ട് അഫയർ അല്ല, അത് SCERT ഉള്ളതാണ് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ഈ ചോദ്യവും വരാം. SCERT ഉള്ളതാണ് 2002 സ്വാൻഡെ പാബോവിന് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ? ഇനി നോക്കിയേ 29ാമത്തെ എന്താ പറയുന്നത്? ഫുൾ ഫോം ഓഫ് MRI ചോദിച്ചിട്ടുണ്ട്. PYQ ആണ്, മുൻപ് ചോദിച്ച സാധനമാണ്. MRIയുടെ ഫുൾ ഫോം നിങ്ങൾക്ക് എടുത്തു നോക്കാം. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണ് കേട്ടോ. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണ് MRI. ഓക്കെ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. ഇനി അടുത്തത് എന്താ പറയുന്നത്? 30ാമത്തെ ചോദ്യമാണ് കേട്ടോ. സസ്യചലനങ്ങൾ വിശദമാക്കുക. എന്തൊക്കെയാണ് സസ്യചലനങ്ങളിൽ പറയുന്നത്? ആദ്യത്തേതാണ് ട്രോപ്പിക ചലനം അഥവാ ട്രോപ്പിക് മൂവ്മെന്റ്. എന്താണ് ട്രോപ്പിക ചലനം? ഒരു ബാഹ്യ ഉദ്ദീപനത്തിന്റെ സ്റ്റിമുലസ് ആണ്. ഒരു ബാഹ്യ ഉദ്ദീപനം എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്റ്റിമുലസ് ആണ്. ഒരു ബാഹ്യ ഉദ്ദീപനത്തിന്റെ ദിശയെ അടിസ്ഥാനമാക്കി സസ്യഭാഗങ്ങൾക്കുണ്ടാവുന്ന വളർച്ചാപരമായ ചലനമാണിത്. അപ്പൊ ട്രോപ്പിക ചലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബാഹ്യ ഉദ്ദീപനത്തിന്റെ ദിശയെ അടിസ്ഥാനമാക്കി സസ്യഭാഗങ്ങൾക്കുണ്ടാവുന്ന വളർച്ചാപരമായ ചലനമാണിത്. വിവിധ തരം ട്രോപ്പിക ചലനങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് പ്രകാശ ട്രോപ്പിക ചലനം അഥവാ ഫോട്ടോട്രോപ്പിസം എന്ന് പറയും. പ്രകാശ ട്രോപ്പിക ചലനം അഥവാ ഫോട്ടോട്രോപ്പിസം എന്താണത്? പ്രകാശത്തിന്റെ സാന്നിധ്യത്തിന് അനുസരിച്ചുള്ള ചലനം. അല്ലെ? അപ്പൊ നിങ്ങൾ ചില സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് പ്രകാശമില്ലാത്ത സ്ഥലമാണ്. ഒരു സ്പോട്ടിൽ മാത്രം സൺലൈറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ സൈഡിലേക്ക് ചെരിഞ്ഞ് സസ്യങ്ങൾ വളരുന്ന ചിലപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു ഒബ്സർവർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. കുറച്ച് ഉൾക്കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരു സ്ഥലത്ത് മാത്രമാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് എന്ത് ചെയ്യും? സസ്യങ്ങളൊക്കെ ചെരിഞ്ഞിങ്ങനെ വളർന്നത് കാണാൻ പറ്റും. അതാണ് ഈ പറയുന്ന പ്രകാശ ട്രോപ്പിക ചലനം അഥവാ ഫോട്ടോട്രോപ്പിസം. ഉദാഹരണം നോക്കിയേ,
സൂര്യപ്രകാശത്തിന് നേരെ സസ്യത്തിന്റെ കാണ്ഡം വളരുന്നത്. കണ്ടോ, സൂര്യപ്രകാശത്തിന് നേരെ സസ്യത്തിന്റെ കാണ്ഡം വളരുന്നതാണ് പ്രകാശ ട്രോപിക ചലനത്തിന് ഉദാഹരണം. അടുത്തത് ഭൂഗുരുത്വ ട്രോപിക ചലനമാണ്, ജിയോട്രോപിസം. അപ്പൊ എന്താണ് ജിയോട്രോപിസം? ഭൂഗുരുത്വത്തിന് അനുസരിച്ചുള്ള സസ്യഭാഗങ്ങളുടെ ചലനം. ഭൂഗുരുത്വത്തിന് അനുസരിച്ചുള്ള സസ്യഭാഗങ്ങളുടെ ചലനമാണ് ഭൂഗുരുത്വ ട്രോപിക ചലനം അഥവാ ജിയോട്രോപിസം. ഉദാഹരണം നോക്കിയേ, സസ്യങ്ങളുടെ വേരുകൾ ഭൂമിയിലേക്ക് താഴ്ന്നു വളരുന്നതാണ് കേട്ടോ. അപ്പൊ സസ്യങ്ങളുടെ വേരുകൾ എന്ത് ചെയ്യും? ഭൂമിയിലേക്ക് നല്ലോണം താഴ്ന്നു വളരും. ചില വലിയ വലിയ സസ്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, അത് ഒരു സസ്യം എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു വൃക്ഷത്തെ കണക്കാക്കാം. ഓക്കെ, ഒരു വലിയ ആൽമരത്തിന്റെ റൂട്ടുകളൊക്കെ, അതായത് വേരുകളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് താഴത്തേക്ക് ആഴ്ന്നിറങ്ങിയതായിട്ട് കാണാൻ കഴിയും. അതൊക്കെ എന്താണ്? ഭൂഗുരുത്വ ട്രോപിക ചലനമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. ഇനി അടുത്തതാണ് ജലട്രോപിക ചലനം. ജലട്രോപിക ചലനം ഹൈഡ്രോട്രോപിസം ആണ്. ഹൈഡ്രോട്രോപിസം എന്താ പറയുന്നത്? ജലത്തിന്റെ ലഭ്യത ലക്ഷ്യമാക്കി സസ്യഭാഗങ്ങൾക്കുണ്ടാകുന്ന ചലനമാണ് ജലട്രോപിക ചലനം. ഉദാഹരണം എന്താണ്? മണ്ണിലെ ഈർപ്പമുള്ള ഭാഗം തേടി വേരുകൾ വളരുന്നത്. അതും നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലെ. ചിലപ്പോൾ നല്ല വരണ്ട ഭൂമിയിൽ ഒരു മരം മാത്രം നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നത് കാണാൻ കഴിയും. കാരണം എന്താ? അവിടെ ഫുള്ള് വറ്റി വരണ്ടിട്ടാണെന്നുണ്ടെങ്കിലും കുറച്ച് അകലെയുള്ള പുഴയിലേക്ക് വരെ ആ വേര് പോയിട്ടുണ്ടാവും. ആ പുഴയിൽ നിന്നാണ് വെള്ളം എന്ത് ചെയ്യുന്നത്? വലിച്ചെടുക്കുന്നത് കേട്ടോ. അതാണ് പറയുന്നത് ജലട്രോപിക ചലനം എന്ന്. വെള്ളം കിട്ടുന്ന ദിശയിലേക്ക് ലക്ഷ്യമാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? സസ്യഭാഗങ്ങൾ വളരും. വേരുകളാണ് നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. ഓക്കെ, കണ്ടോ, വേരുകൾ വളരുന്നതാണ് എന്ത് പറയുന്നത്? ജലട്രോപിക ചലനം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പോൾ പ്രകാശ ട്രോപിക ചലനം ഞാൻ പറഞ്ഞു, മനസ്സിലായി. ഫോട്ടോട്രോപിസം എന്താണെന്ന്. അടുത്തത് ഭൂഗുരുത്വ ട്രോപിക ചലനം ഞാൻ പറഞ്ഞു, ജിയോട്രോപിസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ശേഷം ജലട്രോപിക ചലനം എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഹൈഡ്രോട്രോപിസവും നിങ്ങൾക്ക് മനസ്സിലായി. ചോദ്യം വരാം മക്കളെ, തീർച്ചയായിട്ടും ചോദിക്കാട്ടോ. പഠിച്ചു വെക്കുക, വളരെ വ്യക്തമായിട്ടാണ് നമ്മൾ എടുത്തു തരുന്നത്. ഓക്കെ, അടുത്തത് വരുന്നത് സ്പർശ ട്രോപിക ചലനമാണ് അഥവാ തിഗ്മോട്രോപിസം ആണ് കേട്ടോ. തിഗ്മോട്രോപിസം ഒരു താങ്ങിലോ മറ്റോ സ്പർശിക്കുമ്പോൾ അതിന് ചുറ്റുമുണ്ടാകുന്ന ചലനം. ഓക്കെ, ഒരു താങ്ങിലോ, താങ്ങ് നിങ്ങൾക്ക് അറിയാലോ, മുട്ട് കൊടുക്കുക എന്നൊക്കെ പറയും, താങ്ങ് കൊടുക്കുക. ആ താങ്ങിലോ മറ്റോ സ്പർശിക്കുന്ന സമയത്ത് അതിന് ചുറ്റുമുണ്ടാകുന്ന ചലനം എന്താണ്? സ്പർശ ട്രോപിക ചലനമാണ്. ഉദാഹരണത്തിന് പടർന്നു കയറുന്ന സസ്യങ്ങളുടെ സ്പർശനികൾ അഥവാ ടെൻഡ്രിൽസ് എന്ന് പറയും. ഓക്കെ, സ്പർശനികൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇംഗ്ലീഷിലെ? ടെൻഡ്രിൽസ് ആണ് കേട്ടോ. ടെൻഡ്രിൽസ് താങ്ങുകളിൽ ചുറ്റിപ്പണഞ്ഞ് വളരുന്നത്. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് കൈപ്പക്കയാണ്. ഓക്കെ, നിങ്ങളുടെ നാട്ടിലൊക്കെ കയ്പല്ലേ? പാവൽ. ഓക്കെ, ഞങ്ങളുടെ നാട്ടിൽ കൈപ്പക്ക എന്നൊക്കെ പറയും. പാവയ്ക്കയില്ലേ? യെസ്. ആ പാവയ്ക്കയുടെയൊക്കെ നിങ്ങൾ വളരുന്ന ചെടി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, താങ്ങ് കൊടുത്ത സമയത്ത് ഒരു സ്പ്രിങ് പോലുള്ളൊരു സാധനം എന്ത് ചെയ്യും? അതിങ്ങനെ ചുറ്റി കിടക്കുന്നുണ്ടാവും. അതാണ് ടെൻഡ്രിൽസ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യും? താങ്ങുകളിൽ ചുറ്റിപ്പിടിഞ്ഞ് വളരുന്നതാണ് കേട്ടോ ഇവ. മനസ്സിലായല്ലോ? അതാണ് സ്പർശ ട്രോപിക ചലനം അഥവാ തിഗ്മോട്രോപിസം. അടുത്തത് രാസട്രോപിക ചലനമാണ്. എന്താണ്? കീമോട്രോപിസം ആണ് കേട്ടോ. കീമോട്രോപിസം എന്ന് പറയാം, അല്ലെങ്കിൽ കെമോട്രോപിസം എന്ന് പറയാം, നോ പ്രോബ്ലം. രാസട്രോപിക ചലനം രാസവസ്തുക്കളുടെ സാന്നിധ്യത്തിന് അനുസരിച്ചുള്ള ചലനം. ഓക്കെ, രാസവസ്തുക്കളുടെ സാന്നിധ്യത്തിന് അനുസരിച്ചുള്ള ചലനമാണ് രാസട്രോപിക ചലനം. പരാഗണത്തിന് ശേഷം പരാഗനാളി അഥവാ പോളൻ ട്യൂബ് എന്ന് പറയും. പോളൻ ട്യൂബ്. ഓക്കെ, അതാണ് പരാഗനാളി. അത് ബീജാണ്ടം എന്ന് പറഞ്ഞാൽ ഓവ്യൂൾ ആണല്ലേ, ഓവ്യൂൾ ആണ്. പരാഗണത്തിന് ശേഷം പരാഗനാളി ബീജാണ്ടത്തിന് നേരെ വളരുന്നതാണ് എന്ത്? രാസട്രോപിക ചലനം. എന്താ പറഞ്ഞത്? പരാഗണത്തിന് ശേഷം പരാഗനാളി ബീജാണ്ടത്തിന് നേരെ വളരുന്ന എന്താണ്? രാസട്രോപിക ചലനമാണ്. ക്ലിയർ ആയല്ലോ? രാസട്രോപിക ചലനം പറഞ്ഞു, സ്പർശ ട്രോപിക ചലനം പറഞ്ഞു, ജലട്രോപിക ചലനം പറഞ്ഞു, ഭൂഗുരുത്വ ട്രോപിക ചലനം പറഞ്ഞു, പ്രകാശ ട്രോപിക ചലനം പറഞ്ഞു. ഇതൊക്കെ എന്താണ്? ട്രോപിക ചലനമാണ്. ഉദ്ദീപനത്തിന്റെ ദിശയിലേക്ക് അടിസ്ഥാനമായി സസ്യഭാഗങ്ങൾ വളരുന്നതാണ് ട്രോപിക ചലനം. ഇനി ഇതിനു ശേഷം നമുക്ക് പഠിക്കാനുള്ള നാസ്തിക ചലനമാണ്. ഇതിന്റെ അടുത്തൊരു ഘട്ടമാണ് നാസ്തിക ചലനം എന്ന് പറയുന്നത്. എന്താണ് നാസ്തിക ചലനം? അത് ബാഹ്യ ഉദ്ദീപനത്തിന്റെ അഥവാ സ്റ്റിമുലസിന്റെ ദിശയെ ആശ്രയിക്കാതെ സസ്യചലനങ്ങളെയാണ് നാസ്തിക ചലനങ്ങൾ അഥവാ നാസ്റ്റിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? നേരത്തെ പറഞ്ഞ ബാഹ്യ ഉദ്ദീപനം അല്ലെ, ഈ പറയുന്ന രാസമായാലും അതേപോലെ തന്നെ പ്രകാശം, ജലം, ഭൂഗുരുത്വം എന്നൊക്കെ പറയുന്നത് ഒക്കെ ഒഴിച്ചുകൂടാതെ ഈ ബാഹ്യ ഉദ്ദീപനങ്ങളുടെ ദിശയെ ഒന്നും ആശ്രയിക്കുന്നില്ല. അങ്ങനെയുള്ള സസ്യചലനങ്ങളാണ് എന്ത്? നാസ്തിക ചലനങ്ങൾ അഥവാ നാസ്റ്റിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സിസ്മോനാസ്റ്റി. സിസ്മോനാസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ കണ്ടോ, സിസ്മോനാസ്റ്റി എന്ന് പറയും അഥവാ തിഗ്മോനാസ്റ്റി എന്ന് പറയും. സിസ്മോനാസ്റ്റി എന്നും പറയും, തിഗ്മോനാസ്റ്റി എന്നും പറയും. സ്പർശനം, കാറ്റ് തുടങ്ങിയവ മൂലം പെട്ടെന്നുണ്ടാകുന്ന ചലനം. ഓക്കെ, സ്പർശനം, കാറ്റ് തുടങ്ങിയവ മൂലമുണ്ടാകുന്ന പെട്ടെന്നുള്ള ചലനം എന്താണ്? സിസ്മോനാസ്റ്റി ആണ്. ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിട്ട് എനിക്ക് കണക്കാക്കാൻ വരുന്ന ഇതാണ് കേട്ടോ. കാരണമുണ്ട്. നോക്കിയതിന്റെ അതിന്റെ ഉദാഹരണം നിങ്ങൾ തൊട്ടാവാടി അഥവാ മിമോസ പുഡിക്ക എന്ന് പറയും കേട്ടോ. മിമോസ പുഡിക്ക അതിന്റെ ശാസ്ത്രീയ നാമമാണ്, അതിലേക്ക് കിടക്കണമെന്നില്ല.
തൊട്ടാവാടി നിങ്ങൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. തൊട്ടാവാടിയുടെ ഇലകളിൽ നമ്മൾ തൊടുമ്പോൾ എന്ത് ചെയ്യും? അവ പെട്ടെന്ന് അങ്ങോട്ട് ചുരുങ്ങും, കൂമ്പും അല്ലെ, അതിങ്ങനെ കൂമ്പി വരും. തൊട്ടാവാടിയുടെ ഇലകളിൽ നമ്മൾ തൊടുവല്ലേ, സ്പർശമല്ലേ സംഭവിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അത് പെട്ടെന്ന് കൂമ്പുന്നത് എന്താണ്? ഈ പറയുന്ന സിസ്മോനാസ്റ്റിക് ഉദാഹരണമാണ്. സിസ്മോനാസ്റ്റിക് ഉദാഹരണമാണ് തൊട്ടാവാടിയുടെ ഇലകളിൽ തൊടുമ്പോൾ അവ കൂമ്പുന്നത്. ഇത് ഇങ്ങനെ ചോദിക്കാം. ഓക്കെ, തൊട്ടാവാടികളുടെ ഇലയിൽ തൊടുമ്പോൾ അവ കൂമ്പുന്നത് ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ്? ഏത് തരം ചലനമാണ്? ചിലപ്പോൾ ഓപ്ഷനിൽ നാസ്റ്റിക ചലനം എന്നായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക. അതല്ലെങ്കിൽ സീസ്മോ നാസ്റ്റി എന്നോ തിഗ്മോ നാസ്റ്റി എന്നോ ഉണ്ടായിരിക്കും. അതാണ് ശരി. ക്ലിയർ ആയോ? സിമ്പിൾ ആയിട്ട് പഠിച്ചേ. ഓക്കെ, പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ക്ലിയർ ആയല്ലോ? അടുത്ത് നോക്കിയേ, ഫോട്ടോനാസ്റ്റി ആണ്. എന്താണ് ഫോട്ടോനാസ്റ്റി? പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ചുള്ള ചലനമാണ് കേട്ടോ. പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ചുള്ള ചലനം. നേരത്തെ നമ്മൾ പ്രകാശത്തിന്റെ ദിശ എന്നാ പറഞ്ഞത്, ഇവിടെ പറയുന്നത് പ്രകാശത്തിന്റെ തീവ്രത എന്നാണ്. ഉദാഹരണം നോക്കാലോ. പ്രകാശം കൂടുമ്പോൾ സൂര്യകാന്തി പൂക്കൾ വിരിയുന്നതും പ്രകാശം കുറയുമ്പോൾ ആമ്പൽ പൂക്കൾ അടയുന്നതും എന്താണ്? ഈ പറയുന്ന ഫോട്ടോനാസ്റ്റിയാണ് കേട്ടോ. നല്ല ഉദാഹരണങ്ങളാണ്, നല്ല ഉദാഹരണങ്ങളാണ്. ശ്രദ്ധിക്കണം കേട്ടോ. പ്രകാശം കൂടുമ്പോൾ എന്ത് ചെയ്യും? സൂര്യകാന്തികൾ വിരിയും അല്ലെ. സൂര്യകാന്തികൾ നല്ല സൂര്യപ്രകാശത്തിലാണ് വിരിയുക എന്നാ പറയുന്നത്. ഇപ്പൊ നമ്മുടെ സീസണിൽ നമ്മൾ വേനൽക്കാലമാണ് അല്ലെ. വേനൽക്കാലത്തെ സീസണിലൊക്കെ ചെല്ലുന്ന സമയത്ത് സൂര്യകാന്തി പാടങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ കാണാൻ കഴിയും. എന്നാൽ പ്രകാശം കുറയുന്ന സമയത്തായിരിക്കും ആമ്പൽ പൂക്കൾ എന്ത് ചെയ്യുക? അടഞ്ഞു പോവുക കേട്ടോ. ആമ്പൽ പൂക്കൾ ഇങ്ങനെ അടയുക, അതായത് കൂമ്പി നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അതെപ്പോഴാണ്? പ്രകാശം കുറയുമ്പോഴാണ് ആമ്പൽ പൂക്കൾ കൂമ്പി നിൽക്കുക. ക്ലിയർ ആയോ? അപ്പൊ ഫോട്ടോനാസ്റ്റി നിങ്ങൾക്ക് മനസ്സിലായി. അടുത്തത് തെർമോനാസ്റ്റി ആണ്. എന്താ തെർമോനാസ്റ്റി? താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം സംഭവിക്കുന്ന ചലനം. താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം സംഭവിക്കുന്ന ചലനമാണ് തെർമോനാസ്റ്റി. അതായത് ഉദാഹരണം നോക്കിയേ, താപനില കൂടുമ്പോൾ ട്യൂലിപ്സ് അല്ലേ, ട്യൂലിപ്സ് പൂക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു പൂവാണ് കേട്ടോ. അതിങ്ങനെ ഒരു എന്താ പറയാ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയാൽ മതി. ട്യൂലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം ഇല്ല, പക്ഷെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്, തോട്ടങ്ങളുണ്ട് ട്യൂലിപ്സിന്റെ. പക്ഷെ ട്യൂലിപ്സ് നിങ്ങൾ അധികം കാണാത്തവരാണ്, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ നോക്കിയാൽ മതി കേട്ടോ. താപനില കൂടുമ്പോൾ എന്ത് ചെയ്യും? ഈ ട്യൂലിപ്സ് പൂക്കൾ വിരിയും. അങ്ങനെ വിരിയുന്നത് തെർമോനാസ്റ്റിക് ഒരു ഉദാഹരണമാണ് കേട്ടോ. ചോദിക്കാം, താപനില കൂടുമ്പോൾ ട്യൂലിപ്സ് പൂക്കൾ വിരിയുന്ന എന്നൊരു ഉദാഹരണമാണ് ചോദിക്കാം. അല്ലെങ്കിൽ ട്യൂലിപ്സ് പൂക്കൾ വിരിയാൻ ഇടയാക്കുന്നത് എന്ത് തരം ചലനമാണെന്ന് ചോദിക്കാം. ഏതാണത്? തെർമോനാസ്റ്റി ആണ്. അപ്പൊ നമ്മൾ തെർമോനാസ്റ്റി എന്താണെന്ന് പഠിച്ചു, ഫോട്ടോനാസ്റ്റി എന്താണെന്ന് പഠിച്ചു, അതേപോലെ തന്നെ സീസ്മോനാസ്റ്റി എന്താണെന്ന് പഠിച്ചു. ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്? നാസ്തിക ചലനങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ ട്രോപ്പിക ചലനങ്ങളുണ്ട്, നാസ്തിക ചലനങ്ങളുണ്ട്. നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു കേട്ടോ. നിങ്ങളുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ടില്ല, പക്ഷെ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ വളരെ സാധ്യതയും കൂടുതലാണ് കേട്ടോ. SCERT ഇല്ലാത്ത കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതിലൊന്ന് ആഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ അതേ ഗൗരവത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേടാ? ഓക്കെ, അപ്പൊ അത്രേ പറയാനുള്ളൂ. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനി നിങ്ങളുടെ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക. ന്യൂ SCERT എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നമുക്കുണ്ട്. ആ പ്ലേലിസ്റ്റിൽ ഇതിന് മുമ്പ് എടുത്ത ബയോളജി 9ാം ക്ലാസ്സിലെ 4 ചാപ്റ്ററുകൾ ഇതോട് കൂടിയിട്ട് 4ാമത്തെ ചാപ്റ്ററും കംപ്ലീറ്റ് ആയി. അങ്ങനെ 4 ചാപ്റ്ററുകൾ അവിടെ ഉണ്ട്. ആ 4 ചാപ്റ്ററുകൾ കാണണം. ബയോളജി 9ാം ക്ലാസ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അതിലെ 4 ചാപ്റ്ററുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്? ഫിസിക്സ് ആണോ, കെമിസ്ട്രി ആണോ, അതല്ലെങ്കിൽ GK സൈഡിലുള്ള ജിയോഗ്രഫി, അതേപോലെ തന്നെ ഹിസ്റ്ററി, അങ്ങനെ ഏത് സെക്ഷനാണ് നിങ്ങൾക്ക് അടുത്തത് വേണ്ടത് എന്ന് എന്ത് ചെയ്യുക, എൻ്റെ മകൾ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന സീരീസ് എന്ത് ചെയ്യും, അടുത്ത SCERT ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി എന്ത് ചെയ്യണമെന്നറിയോ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഉപകാരപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. ആ ഹൈപ്പ് കൂടെ എനേബിൾ ചെയ്യുക. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എന്ത് ചെയ്യുക, ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സുകളുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ദിസ് ഇസ് വില്ലൻ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.